السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد. أشرف الخلق طه رسول الله صلى الله عليه وسلم തങ്ങൾ ദീനുൽ ഇസ്ലാമിന്റെ ആശയാദർശങ്ങൾ അവിടുത്തെ അനുചരന്മാർക്ക് നക്ഷത്രതുല്യരായ സഹാബ കിറാമിന് പകർന്നു കൊടുക്കുകയാണ്. തങ്ങളുടെ വഫാത്തിന് ശേഷം ഇസ്ലാമിന്റെ നേതൃത്വം അവർ ഏറ്റെടുക്കുകയാണ്. പിന്നീട് താബിഉകളിലൂടെയും തബഉ താബിഉകളിലൂടെയും അങ്ങനെ ഇസ്ലാമിന്റെ നേതൃപരമ്പരകൾ നീണ്ടുകിടക്കുകയാണ്. ഗവർണറായി യമനിലേക്ക് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയക്കുമ്പോൾ അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്ത ഇജ്തിഹാദ് തൽഫലമായി താബിഉകളിലേക്കും തബഉ താബിഉകളിലേക്കും കടന്നു വന്നു. അങ്ങനെ ഖുർആനും തിരുസുന്നത്തും നോക്കി ഇസ്തിംബാത്ത് ചെയ്ത് ദീനുൽ ഇസ്ലാമിന്റെ വിധികൾ കണ്ടെത്തുന്ന ഒരുപാട് മുജ്തഹിദുകളും ഒരുപാട് മദ്ഹബുകളും അങ്ങനെ ഉണ്ടായിത്തീർന്നു. ക്രോഡീകരിക്കപ്പെട്ട മദ്ഹബ് 4 മാത്രമാണ്. ആ 4 ഒന്ന് ഇമാം അബു ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിന്റെ ഹനഫി മദ്ഹബ്, 2 ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മാലിക്കി മദ്ഹബും, 3 ഷാഫിഈ ഇമാമിന്റെ ഷാഫിഈ മദ്ഹബും, 4 ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഹംബലി മദ്ഹബുമാണ്. ഈ മദ്ഹബുകൾ തമ്മിൽ കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാം. ഇന്ന് നമ്മുടെ ഇവിടുത്തെ ചർച്ചാ വിഷയം പരിശുദ്ധ റമളാൻ മാസത്തിലെ നോമ്പ് എന്നുള്ളതാണ്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾ തഖ്വയുള്ളവരായി തീരാൻ വേണ്ടി, നിങ്ങൾ ഭയഭക്തിയുള്ളവരായി തീരാൻ വേണ്ടി പൂർവികന്മാർക്ക് നാം നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങളുടെ മേലും നാം നോമ്പ് നിർബന്ധമാക്കിയിരിക്കുകയാണ്. അതുപോലെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസ് കാണാം. ബുനിയൽ ഇസ്ലാം അലാ ഖംസ് ഷഹാദതി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് വ ഇഖാമിസ് സ്വലാത്തി വ ഈതാഇസ് സകാത്തി വ ഹജ്ജിൽ ബൈത്തി വ സൗമി റമളാൻ. ഇസ്ലാം 5 സ്തംഭങ്ങളിൽ നിലകൊള്ളുന്നു. അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹനെന്നും ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ തിരുദൂതരാണെന്നും അവിടുത്തെ പ്രവാചകരാണെന്നും റമളാൻ മാസത്തിൽ നോമ്പ് നോക്കുക, നിസ്കാരം നിലനിർത്തുക, സകാത്ത് കൊടുത്തു വീട്ടുക എന്ന 5 സ്തംഭങ്ങൾ നിലകൊള്ളുന്നു. നമുക്ക് നമ്മുടെ ചർച്ചയിലേക്ക് കടക്കാം. റമളാൻ മാസത്തിലെ നോമ്പുകളിലുള്ള മസ്അലകളാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ചർച്ചയ്ക്ക് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഹനഫി മദ്ഹബിലെ ഹനഫി പണ്ഡിതൻ സുഹൈൽ ഉസ്താദ് അവർകളും, ഷാഫി പണ്ഡിതൻ അമീൻ ഉസ്താദ് അവർകളും, ഹംബലി പണ്ഡിതൻ അനസ് ഉസ്താദ് അവർകളും, മാലിക്കി പണ്ഡിതൻ ആസിഫ് ഉസ്താദ് അവർകളുമാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ആദ്യമായി നാം നോക്കുന്ന മസ്അല, റമളാൻ മാസത്തിൽ നോമ്പ് നിർബന്ധമാവുന്നത് ശഅബാൻ 30ാമത്തെ ദിവസം മാസം കണ്ടാൽ നോമ്പ് നിർബന്ധമാവുന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ല. എന്നാൽ 29-ന് നിലാവ് കാണുകയാണെങ്കിൽ എങ്ങനെയാണ് നോമ്പ് നിർബന്ധമാവുന്നത്, അതിന്റെ നിബന്ധനകൾ എന്നൊക്കെയാണ് എന്ന വിഷയങ്ങൾ തമ്മിൽ പണ്ഡിതന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായി ഞാൻ ചോദിക്കുകയാണ് നമ്മുടെ മാലിക്കി പണ്ഡിതനായ മാലിക്കി മദ്ഹബിലെ ആസിഫ് ഉസ്താദ് അവർകളോട് ചോദിക്കുകയാണ്, ഈ വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ മദ്ഹബ് പറയുന്നത്? ശഅബാൻ 29-ന്റെ രാത്രി ആകാശം തെളിഞ്ഞാലും ഇല്ലെങ്കിലും നീതിമാന്മാരായ, അതായത് ആദിലിങ്ങളായ 2 ആൾക്കാർ വന്ന് മാസം കണ്ട് എന്ന് സ്ഥിരീകരിക്കൽ കൊണ്ടും കളവിന് സാധ്യതയില്ലാതെ ഒരു കൂട്ടം വന്ന് മാസം കണ്ടു എന്ന് സ്ഥിരീകരിക്കൽ കൊണ്ടും
നോമ്പ് നിർബന്ധമാവും. അത് ഇനി ആദിലല്ലാത്ത ആളുകൾ വന്ന് മാസം കണ്ടു എന്ന് സ്ഥിരീകരിച്ചാൽ അദ്ദേഹത്തിനും അദ്ദേഹത്തെ വിശ്വസിക്കുന്നവർക്കും മാത്രമാണ് നോമ്പ് നിർബന്ധമാവുന്നത്. ആ നാട്ടിലെ ജനങ്ങൾക്ക് നോമ്പ് നിർബന്ധമാവുന്നില്ല എന്നുള്ളതാണ് മാലിക്കി മദ്ഹബിലെ വീക്ഷണം. അതെ ആസിഫ് ഉസ്താദ്, നമ്മൾക്ക് തിരിച്ചു വരാം. അടുത്തതായി നാം നോക്കുന്നത് ഹനഫി മദ്ഹബിലെ അഭിപ്രായം എന്ത് എന്നുള്ളതാണ്. ഹനഫി മദ്ഹബിലെ വീക്ഷണം നമ്മോട് വിശദീകരിച്ചു തരികയാണ് അമീൻ ഹാഫിദ് അൽ അമീൻ ഉസ്താദ് അവർ. ഹനഫി മദ്ഹബില് ശഅബാൻ 29-ന് അസ്തമയ സമയത്ത് ആകാശം തെളിഞ്ഞതാണെങ്കിൽ, അതുപോലെ ആകാശം തെളിയുകയും കളവിന് സാധ്യതയില്ലാത്ത അത്രയും ആൾക്കാർ മാസം കണ്ടു എന്ന് സാക്ഷ്യം വഹിക്കുകയും ചെയ്താൽ, അല്ലെങ്കിൽ അസ്തമയ സമയത്ത് ആകാശം തെളിഞ്ഞതല്ല, അതുപോലെ മുസ്ലിമായ ബുദ്ധിമാനായ പ്രായപൂർത്തിയായ ഒരാള് മാസം കണ്ടു എന്ന് സാക്ഷ്യം വഹിക്കുകയും വേണം. ഈ രണ്ട് രൂപത്തിൽ മാത്രമേ ഹനഫി മദ്ഹബില് റമദാൻ സ്ഥിരീകരിക്കുകയുള്ളൂ. ഈ വിഷയത്തിൽ എന്താണ് ഷാഫി മദ്ഹബ് പറയുന്നത്? ഷാഫി പണ്ഡിതൻ സുഹൈൽ ഉസ്താദ് നമ്മോട് വിവരിക്കുകയാണ്. ഇതിൽ മാലിക്കി മദ്ഹബിനോട് യോജിച്ചത് അഭിപ്രായമാണ് ഷാഫി മദ്ഹബിനുമുള്ളത്. ശഅബാൻ 29-ന്റെ രാത്രി ആകാശം തെളിഞ്ഞാലും തെളിഞ്ഞില്ലെങ്കിലും നീതിമാനായ ഒരു വ്യക്തി വന്ന് കാലിന്റെ അടുക്കൽ സാക്ഷ്യം വഹിക്കുകയും അതിനെ കാലി സ്ഥിരപ്പെടുത്തുകയും ചെയ്താൽ ആ നാട്ടുകാർക്ക് നോമ്പ് ബാധകമാണ്. ഇനി മറ്റൊരു വശം, നീതിമാനല്ലാത്ത ഒരു വ്യക്തി സാക്ഷ്യം വഹിക്കുകയാണെങ്കിൽ അവനിക്കും അവനെ വിശ്വസിക്കുന്ന ആൾക്കും നോമ്പ് നിർബന്ധമാകും. ആ രൂപത്തിൽ കളവിന് സാധ്യതയില്ലാത്ത ഒരു കൂട്ടം ജനങ്ങൾ വന്നുകൊണ്ട് സാക്ഷ്യപ്പെടുത്തുകയാണെങ്കിൽ അവിടെ ആ നാട്ടുകാർക്ക് നോമ്പ് ബാധകമാണ്. ഈ വിഷയത്തിൽ എന്താണ് താങ്കളുടെ മദ്ഹബ് പറയുന്നത്? ഹംബലി മദ്ഹബിന്റെ പണ്ഡിതൻ അനസ് ഉസ്താദ് നമ്മോട് പറഞ്ഞു തരും. ഹംബലി മദ്ഹബിന്റെ നിഗമനമനുസരിച്ച് ശഅബാൻ 29-ന്റെ അന്ന് സൂര്യാസ്തമയ സമയത്ത് ആകാശം മേഘാവൃതമായാൽ ശഅബാൻ 30 പൂർത്തിയാക്കേണ്ടതില്ല. ശഅബാൻ 29-ന്റെ അന്ന് രാത്രി റമളാനിന്റെ നിയ്യത്ത് വെച്ചുകൊണ്ട് പകലിൽ നോമ്പനുഷ്ഠിക്കണം. ഇനി പകലിൽ ശഅബാൻ 30 ആണെന്ന് വ്യക്തമായാൽ ആ നോമ്പിനെ പൂർത്തിയാക്കേണ്ടതുമില്ല. നാം ഇപ്പോൾ ചർച്ച ചെയ്തത് ശഅബാൻ 29-ന്റെ അന്ന് മാസം കണ്ടാൽ നോമ്പ് നിർബന്ധമാവുന്നത് എങ്ങനെയാണ് എന്നുള്ള ചർച്ചയാണ്. പല അഭിപ്രായ വ്യത്യാസങ്ങളും നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ചർച്ച ഓരോ കർമ്മങ്ങൾക്കും, നിസ്കാരമായാലും അതുപോലത്തെ മറ്റ് വാജിബായ കർമ്മങ്ങൾക്കും എല്ലാ കർമ്മങ്ങൾക്കും ഷർത്തുകളും ഫർളുകളും ഒക്കെ പറയുന്നുണ്ട്. എന്നാൽ ഈ മദ്ഹബിലെ ഇമാമുമാർ തങ്ങളുടെ മദ്ഹബിൽ ഈ നോമ്പിന് എന്തൊക്കെയാണ് ഷർത്ത് വെച്ചിട്ടുള്ളത്, എന്തൊക്കെയാണ് ഫർളുകൾ വെച്ചിട്ടുള്ളത്, എന്തൊക്കെയാണ് റുക്നുകൾ വെച്ചിട്ടുള്ളത് എന്ന് നമുക്ക് അറിയാം. നമ്മുടെ ഷാഫി പണ്ഡിതൻ ഉസ്താദ് സുഹൈൽ ഉസ്താദ് അവരുടെ മദ്ഹബിലെ വീക്ഷണങ്ങൾ എന്താണെന്ന് പറഞ്ഞു തരികയാണ്. നമ്മുടെ മദ്ഹബ് അനുസരിച്ച് നോമ്പിന് 2 ഫർളുകളുണ്ട്. ഒന്ന് നിയത്തും, രണ്ടാമത്തേത് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ തൊട്ട് വെടിഞ്ഞു നിൽക്കുക എന്നുള്ളത്. എന്നാൽ ഷർത്ത് പല കാറ്റഗറികളായി വേർതിരിക്കുന്നുണ്ട്. ഒന്ന് നോമ്പ് സ്വഹിയാവാനുള്ള ഷർത്തും, 2 നോമ്പ് നിർബന്ധമാവാനുള്ള ഷർത്തും. നോമ്പ് നിർബന്ധമാവാനുള്ള ഷർത്ത് 4 എണ്ണമാണ്. ഒന്ന് പ്രായപൂർത്തിയാവുക, 2 മുസ്ലിം ആവുക, 3 ബുദ്ധിയുള്ളവനായിരിക്കുക, 4-മത്തേത് ദീനീപരമായി അവന്റെ ശരീരം കഴിവുള്ളവനായിരിക്കുക. എന്നാൽ നോമ്പ് സ്വഹിയാവാനുള്ള ഷർത്തുകൾ 3 എണ്ണമാണ് ഉള്ളത്. ഒന്ന് നോമ്പിന്റെ സമയം അവൻ മുസ്ലിം ആയിരിക്കണം, രണ്ടാമത്തേത് വകതിരിവുള്ളവനായിരിക്കണം, മൂന്നാമത്തേത് നോമ്പിന്റെ സമയത്ത് നോമ്പുകാരി ഹൈല്, നിഫാസ്, പ്രസവത്തിൽ നിന്ന് മുക്തമായിരിക്കണം. ഇതാണ് നമ്മുടെ മദ്ഹബ് നിഗമനം ചെയ്യുന്നത്.
ഹനഫി മദ്ഹബിലുള്ള ഷർത്തുകളും ഫർളുകളും എന്താണ്? ഹനഫി മദ്ഹബിൽ ഫർദിന്റെ ഭാഗമായി പറയുകയാണെങ്കിൽ ഫർളായിട്ട് ഒന്ന് മാത്രമാണുള്ളത്, അതായത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്ന്. ഇനി ഷർത്തിന്റെ ഭാഗങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ 3 കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. ഒന്ന് നോമ്പ് നിർബന്ധമാകാനുള്ള ഷർത്ത്, മറ്റൊന്ന് അദാ നിർബന്ധമാകാനുള്ള ഷർത്ത്, മറ്റൊന്ന് അദാ സ്വഹീഹാകാനുള്ള ഷർത്ത്. ഇവിടെ നമുക്ക് 3 കാറ്റഗറിയായി തരം തിരിക്കാം. അതായത് നോമ്പ് നിർബന്ധമാകാനുള്ള ഷർത്ത്, അതിൽ 3 പേർ ഉൾപ്പെടുന്നു. ഒന്ന് പ്രായപൂർത്തിയായിരിക്കുക, ബുദ്ധിമാനായിരിക്കുക, മുസ്ലിം ആയിരിക്കുക. ഇനി സിഹത്ത്, ആരോഗ്യം ഉണ്ടാവണം, യാത്രക്കാരൻ അല്ലാതിരിക്കണം. ഇനി അദാ സ്വഹീഹാകാനുള്ള ഷർത്ത്, ഹൈലിൽ നിന്നും നിഫാസിൽ നിന്നും ശുദ്ധി ഉണ്ടായിരിക്കണം. മറ്റൊന്ന് നിയത്ത് എന്നാണ് ഹനഫി മദ്ഹബിൽ. ഇൻഷാ അല്ലാഹ് അമീൻ ഉസ്താദ്, നമുക്ക് തിരിച്ചു വരാം. ഇനി ഹംബലി മദ്ഹബിലുള്ള ഷർത്തുകളും ഫർളുകളും ഒക്കെ എന്താണെന്ന് നമ്മോട് പറഞ്ഞു തരുന്നു അനസ് ഉസ്താദ്. ഹംബലി മസ്ഹബിൽ നോമ്പിന്റെ ഫർള് ഒന്നാണ്. നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് വെടിഞ്ഞു നിൽക്കുക. നോമ്പിന്റെ ഷർത്താണെങ്കിൽ 3 തരത്തിലാണ്. നോമ്പ് നിർബന്ധമാകാൻ മാത്രമുള്ള ഷർത്ത്, നോമ്പ് സ്വഹീഹാകാൻ മാത്രമുള്ള ഷർത്ത്, നോമ്പ് നിർബന്ധമാകാനും സ്വഹീഹാകാനുമുള്ള ഷർത്ത്. നോമ്പ് നിർബന്ധമാകാനുള്ള ഷർത്ത് 3 എണ്ണമാണ്. മുസ്ലിമായിരിക്കുക, പ്രായപൂർത്തിയെത്തുക, നോമ്പ് നോക്കാനുള്ള കഴിവുണ്ടാവുക. നോമ്പ് സ്വഹീഹാകാനുള്ള ഷർത്ത് അത് 2 എണ്ണമാണ്. ഒന്ന് നിയത്ത്, 2 ഹൈല് നിഫാസ് എന്നീ രക്തത്തിൽ നിന്ന് വിമുക്തമായവളാവുക. നോമ്പ് സ്വഹീഹാകാനും നിർബന്ധമാകാനുമുള്ള ഷർത്ത് അത് 3 എണ്ണമാണ്. ഒന്ന് മുസ്ലിമായിരിക്കുക, 2 ബുദ്ധിയുണ്ടായിരിക്കുക, 3 വകതിരിവുണ്ടായിരിക്കുക. ഇൻഷാ അല്ലാഹ് അനസ് ഉസ്താദ്, നമുക്ക് തിരിച്ചു വരാം. ഇനി മാലിക്കി മദ്ഹബിലുള്ള അഭിപ്രായ വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെ ഷർത്തുകളും ഫർളുകളും മാലിക്കി ഇമാം പറയുന്നു? മാലിക്കി മദ്ഹബിന്റെ വീക്ഷണം അനുസരിച്ച് ഫർള് എത്ര എന്ന വിഷയത്തിൽ ഇഖ്തിലാഫുണ്ട്. ഫർള് 1 ആണ് എന്ന് കണക്കാക്കിയവരുമുണ്ട്, 2 ആണ് എന്ന് കണക്കാക്കിയവരുമുണ്ട്. 2 എണ്ണമാണെന്ന് കണക്കാക്കിയവർ 1 നിയത്തും 2 നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് വെടിയുക എന്നുള്ളതുമാണ് കണക്കാക്കിയിട്ടുള്ളത്. ഇനി ഫർള് 1 കണക്കാക്കിയവർ നിയത്തിനെ ഷർത്തിലേക്ക് ചേർത്തിക്കൊണ്ടും ഫർളായിട്ട് നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് വെടിയുക എന്നുള്ളത് മാത്രമാണ്. അതായത് മാലിക്കി മദ്ഹബിൽ ഫർള് എന്ന് പറയുന്നത് 1, അതായത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് വെടിയുക എന്നുള്ളതാണ്. ഇനി ഇത് ഷർത്തിലേക്ക് വരുമ്പോൾ അവിടെ 3 രീതിയിൽ തരം തിരിച്ചിട്ടുണ്ട്. 1 നിർബന്ധമാവാൻ മാത്രമുള്ള ഷർത്തുകൾ, 2 സ്വഹിയാവാൻ മാത്രമുള്ള ഷർത്തുകൾ, 3 നിർബന്ധമാവാനും സ്വഹിയാവാനുമുള്ള ഷർത്തുകൾ. ആദ്യം നിർബന്ധമാവാൻ മാത്രമുള്ള ഷർത്തുകൾ 2 എണ്ണമാണ്. 1 അവൻ പ്രായപൂർത്തിയായിരിക്കണം, 2 നോമ്പെടുക്കാൻ സാധിക്കുന്നവനായിരിക്കണം, അതായത് രോഗം പോലത്തതും ഇല്ലാത്തവനായിരിക്കണം. രണ്ടാമത് സ്വഹിയാവാൻ മാത്രമുള്ള ഷർത്തുകൾ 3 എണ്ണമാണ്. 1 അവൻ മുസ്ലിം ആയിരിക്കണം, 2 അവന്റെ നോമ്പ് സ്വീകാര്യോഗ്യമായ സമയത്തായിരിക്കണം, 3-മത്തേത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിയത്ത്. അതെ, നിയത്ത് ചില മദ്ഹബുകളിൽ ഷർത്താണ്, ചില മദ്ഹബുകളിൽ ഫർളാണ്. എന്തായാലും എല്ലാ മദ്ഹബുകളിലും നോമ്പ് സ്വഹീഹാവാൻ ഈ നിയത്ത് ബാധകമാണ്. നിയത്ത് എപ്പോഴാണ് വെക്കേണ്ടത് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, മദ്ഹബുകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് അറിയാം. ശാഫിഈ മദ്ഹബ് വിശദീകരിക്കുന്നു. ഫർള് നോമ്പിന്റെ നിയത്ത് സൂര്യൻ അസ്തമിച്ചത് മുതൽ ഫജ്ർ ഉദിക്കുന്നത് വരെയാണ്. എന്നാൽ സുന്നത്ത് നോമ്പ് നോക്കുന്നവൻ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ തൊട്ട് വെടിഞ്ഞെക്കുക എന്ന കണ്ടീഷനോടുകൂടെ അദ്ദേഹത്തിന് ഉച്ചവരെ നിയത്ത് വെക്കാൻ സമയമുണ്ട്. ഇനി അമീൻ ഉസ്താദ്, എന്താണ് ഹനഫി മദ്ഹബിലുള്ള നിലപാട്? ഹനഫി മദ്ഹബില്
ഫർദ് നോമ്പാണെങ്കിൽ സൂര്യൻ അസ്തമിച്ചത് മുതൽ ഫജ്റിനോട് അടുത്ത സമയം വരെയാണ് നിയത്ത് വെക്കേണ്ട സമയം. സുന്നത്ത് നോമ്പാണെങ്കിൽ അസ്ർ വരെയും നിയത്ത് വെക്കാം എന്നാണ് മദ്ഹബ്. ഇൻഷാ അല്ലാഹ് നമുക്ക് പല വിഷയങ്ങളിലുമുള്ള നോമ്പിൽ തന്നെ പല വിഷയങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവിടെ മനസ്സിലായി. മതേതരവാദികൾ വാദിക്കുന്നത് പോലെ ഇസ്ലാം പരസ്പര ബന്ധമില്ലാത്ത മതമാണ് എന്നത് തീർത്തും അപവാദമാണ്. കെട്ടുറപ്പില്ലാത്ത മതമാണെന്ന് അവർ പറയുന്നത് അപവാദമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ ഇഖ്തിലാഫുൽ അഇമ്മത്തി റഹ്മത്തുൽ ലിൽ ഉമ്മ, പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉമ്മത്തിന് ഖൈറാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഈ വേദി ഇവിടെ അവസാനിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത ചർച്ചകളുമായി വീണ്ടും കാണാം. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.